മൈ ഓ പച്ചക്കറി ഞാൻ അറിഞ്ഞോളാം. ശരിക്കും ആ ലച്ചു പറഞ്ഞതിന്റെ പേരിലാണ്. അല്ലല്ല, ഇന്നൊരു ചേഞ്ച്. സിദ്ധു ഇതെല്ലാം ഞാൻ ചെയ്യറേപ്പാ. ആന്റി ഇത് ഞാൻ ചെയ്തോളാം. ദുബായിൽ ഞാൻ കുക്ക് ചെയ്യുന്നതല്ലേ, പച്ചക്കറിയൊക്കെ അറിയാൻ എനിക്ക് അറിയാലോ. അല്ല അമ്മയോടെ അവിടെ നിർത്തിയിട്ടിങ് വന്നോ? എന്റെ പൊന്നെ, ഇപ്പൊ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞു കാണും. அதுக்கு நல்ல வாய்ப்பு இருக்கு கௌரி. എന്താണെങ്കിലും ഇന്ന് ഞാൻ ലെറ്റൂസിന്റെ അടുത്ത് ഒന്നും മിണ്ടാൻ പോകുന്നു. ഇന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ശരിയാവും. അത് നല്ലത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കാം. നമ്മൾ എന്തിനാ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്? ആരെ കാര്യത്തിൽ ഇടപെട്ടെന്ന്? ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോവണ്ട. അതൊക്കെ ശരി. ലച്ചുവിടെ? ലച്ചു അവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്നു, തിരിച്ച് അങ്ങോട്ട് അതേ സ്പീഡിൽ പോകുന്നുണ്ട്. അമ്മ അവിടെ അടുത്ത് ഉടക്കിയ? ഓ, ഞാനാണല്ലോ ഉടക്കാൻ നിൽക്കുന്നത്. അമ്മയാണല്ലോ സാധാരണ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഉടക്കണത്. ഓ, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാനുള്ളൂ, നിങ്ങൾ ആരും പറയുന്നൊന്നും കേൾക്കാനില്ല. അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് അമ്മയാണ് എല്ലാ കാര്യം തുടങ്ങണത്. ഞാൻ എന്താ തുടങ്ങി ഗൗരി? ரெண்டு கொஞ்சம் அமைதியா இருக்கீங்க. നീ ഒന്നും ഉണ്ടായിരുന്നേ? ஐயோ நான் பேசாம இருக்கேன். ஆனா நான் ஒரு விஷயம் சொல்லட்டா? അപ്പൊ சொல்லு. அம்மா நம்ம வேற யாரு விஷயத்தையும் தலை போடாதீங்க. நம்ம வேலையை நம்ம பார்த்துட்டு போலாம், அதுதான் நல்லது. ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. അവരവരുടെ കാര്യം നോക്കി തന്നെയാ ഇരിക്കുന്നത്. അയ്യോ, ആരുടെ കാര്യത്തിൽ ഇടപെടാത്ത ഒരാള്. ഗൗരി നീ ചുമ്മാ. എന്ത് ഞാൻ വന്നപ്പോ എല്ലാരും മിണ്ടാട്ടമൊക്കെ നിർത്തിയേ? ഓ, മിണ്ടത്തില്ലായിരിക്കുമല്ലോ അല്ലെ? ഇതിപ്പോ ഒരു സമരത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ അടുക്കളയില്. ഇനിയിപ്പൊ എന്റെ സഹായത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. അമ്മായി വരുന്നില്ലേ? ആ, നീ ചെല്ല്, ഞാൻ വരാം. എന്നാ ശരി. അമ്മ, കിച്ചണിൽ നിങ്ങൾ 3 പേരുണ്ടല്ലോ, നിങ്ങളെ സഹായിക്കാൻ സിദ്ധു ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടാ? പോന്നതൊക്കെ കൊള്ളാം. ഇവിടെ നമ്മൾ ലച്ചുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് വിളമ്പാൻ നിക്കല്ലേ. എന്റെ പൊന്നമ്മ, ഞാൻ ഇതൊന്നും പറയാൻ പോണില്ല. ഇനി കുറച്ചു നേരം കൂടെ ഞാൻ ഇവിടെ ഇരുന്ന എന്റെ വായിന്ന് എന്തെങ്കിലും വീഴും. എന്നിട്ട് എന്തെങ്കിലും വലിയ അടിയായി കഴിഞ്ഞാൽ പറയും ലച്ചുവിനെ പറ്റി ഗൗരി ഇതൊക്കെ പറഞ്ഞു. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ, ഞാൻ പോട്ടെ. கௌரிக்கு லெச்சுனா ரொம்ப உசுறு, அதனால எஸ்கேப் ஆயிட்டா. അവരടയും ചക്കരയല്ലയോ. ഉമ്മ, ചിലപ്പോഴേ ലെറ്റൂസ് അവിടെ തന്നെ നിപ്പുണ്ടാവും. നമ്മൾ ഇവിടെ എന്താ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി. അവൾ ആരാ മോള്? അതെ അതെ. അവക്ക് ഏത് കാര്യത്തിനും എപ്പോഴും ജയിക്കണം എന്നൊരു ഒറ്റ മൈൻഡേ ഉള്ളൂ. അത് തന്നെ ഉള്ളൂ. അതിനിയിപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായോണ്ടല്ലോ, അവിടെ കാര്യമാണെങ്കിൽ പോലും അവൾ ആരുടെ മുമ്പില് ഒന്നും തലകുനിക്കത്തില്ല. പ്രത്യക്ഷത്തില് നല്ല അഹങ്കാരമുണ്ട്, നല്ല അഹങ്കാരം. சித்து சில டைம்ல எனக்கு அவளை பார்த்தா அப்படியே நடுங்கும். നടുങ്ങുന്നാ? പേടിക്കുന്നാണോ ഉദ്ദേശിച്ചത്? ആന്റി ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പേടിക്കുമ്പോഴാണ് അവളെ തലേ കയറി ഇരിക്കുന്നത്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടാ. അതെ, അവക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, പക്ഷെ എന്നാ സ്നേഹമുണ്ട്. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ചാ കിട്ടത്തില്ല. ഒരു ദിവസം പടവലത്ത് വന്നു, +2 പഠിക്കുമ്പോഴാ. 2 ദിവസം നിൽക്കാൻ വേണ്ടി അവിടെ വന്നതാ. വന്ന് അവൾ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചു. എനിക്ക് എന്റെ ദേഷ്യം വന്ന് ഞാൻ ഒരെണ്ണം വെച്ചു കൊടുത്തു. എന്റെ ദൈവമേ, എവളെ ആ ബാഗ് കൊടുത്തിട്ട് ഒറ്റ പോക്ക് അവളിങ്ങി പോരുന്നു. പറമ്പിൽ നിന്ന് അപ്പൂപ്പനെ പിന്നെ ഞാൻ വിളിച്ചു വരുത്തി. അപ്പൊ എന്തുവാ, അവള് ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കുന്നു. പിന്നെ അവിടുന്ന് പിടിച്ചു വലിച്ചോണ്ട് വന്നത്. അത്ര വാശിയാവക്ക്. എന്റെ അമ്മമ്മ ഇതേപോലൊരു അനുഭവം കുഴിപ്പളത്തുണ്ടായിട്ടുണ്ട്. അമ്മ ഏതാണ്ട് പറഞ്ഞിട്ട് ഇവള് മുറി കയറി ഡോർ അടച്ചു. എന്നിട്ട് അവിടെ കിടന്ന് വിഷയം എന്ന് പറഞ്ഞ മുട്ടം വിഷയം. ഞാൻ അവിടെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തി അവളെ. അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വാശി കൊണ്ട് പിടിച്ചെന്ന്. ചില സമയത്ത് സഹിക്കാനേ പറ്റത്തില്ല. എന്തോ ചെയ്യും, ഇങ്ങനായ എന്തോ ചെയ്യും നമ്മള്. கோவத்துல நம்ம ஏதாவது ஒண்ணு சொன்னா கேசு
கேசுட்ட நம்ம கோபத்துல ஏதாவது ஒண்ணு சொன்னா அவன் கேட்கவே மாட்டான். ஆனா പാസത്തിൽ അവൻകിட்ட ഏതാ சொன்னா അവൻ എല്ലാം കേപ്പാൻ. അതെ അതെ അത് തന്നെ പാറുവിനോടാണെങ്കിലും ശിവയോടാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കാവുന്നേ. ചിലരോടൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മോനെ. നമ്മൾ ഇവിടെ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മനഃപൂർവ്വമാണ്. അത് ഉറപ്പല്ലേ? நான் ஏதாவது அவளை பத்தி சொல்ல வாய் எடுத்து நான் கரெக்டா முன்னாடி வந்து நிப்பான். என்ன பேசாம இருந்தா போதும், அது என் மூளைக்கு ஏக்கவே ஏக்காது. പാട്ട് കേൾക്ക. എവിടെ പോണു? സിദ്ധു, എന്താ അമ്മായി? ലച്ചോടെ അവളത് ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്റെ അടുത്ത് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ഞാനും ഇതുവരെ വലുതായിട്ടൊന്നും സംസാരിച്ചില്ല. ചിലപ്പോ സംസാരിച്ച ഞാനും ലച്ചുവും തമ്മിൽ ചെറിയ വഴക്കാവും. സിദ്ധുവനെ മീൻ കറി വെച്ചിട്ടുണ്ട്, ഇനി പൊരിക്കണോ? വേണ്ട മമ്മ, അത് തന്നെ മതി. എന്നാ പിന്നെ നമുക്ക് കഴിച്ചാലോ? കഴിക്കാം അല്ലേ? കഴിക്കാം. എവിടെ പോയി ഭാര്യ? പുറത്തേക്ക് ഇറങ്ങി പോയി. അങ്ങനെ ഇങ്ങനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവള് പോകത്തില്ല. നമ്മൾ വല്ലതും പറയുന്നുണ്ടോന്നറിയാൻ ഇവിടൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇനി അവളൊന്നും കേട്ടില്ലെങ്കിലും എന്റെ അടുത്ത് തന്നെ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും അവളെ പറ്റി പറഞ്ഞോന്ന്. அப்பா சாமி, நான் வாயே திறக்க மாட்டேன். நான் வாயை திறந்தா அப்படியே வந்து நிப்பாவா. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാതെ എല്ലാവരും ഒറ്റ തിരിഞ്ഞ് അവരവരെ കാര്യമൊക്കെ നോക്കാം. അതാകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. എന്റെ അമ്മായി, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാറി നിന്ന് കഴിഞ്ഞാലും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന ടീമാണ് ലച്ചു. എന്തോന്ന് ആക്രമണം? അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം കൊടുക്കണം. അമ്മ പിന്നല്ലാതെ என்னம்மா இது? அடிக்கிறதெல்லாம் ரொம்ப தப்பு. திட்டி விட்டா போதும். വിട്ടാ മതി. എന്നാ നമുക്ക് പോയി ചോറ് വിളമ്പാം. ആ